അന്റാർട്ടിക്കയിൽ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യസ്പർശമുണ്ടായത് 1895-ലാണ്. എന്നാൽ 1980-കളിൽ അവിടുത്തെ ലിവിങ്സ്റ്റൺ ദ്വീപിൽ പര്യവേക്ഷണം നടത്തിയ ഗവേഷകർ ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടു. ഒരു തലയോട്ടിയും അസ്ഥിയും അവിടെ കിടക്കുന്നു, മഞ്ഞിൽ പുതഞ്ഞ്. പിന്നീട് നടത്തിയ പഠനങ്ങളിൽ ഇതു ചിലയിൽ നിന്നുള്ള മെസ്റ്റിസോ വംശജയായ ഒരു ഗോത്ര വനിതയാണെന്ന് കണ്ടെത്തി. 1815 മുതൽ 1820 വരെയുള്ള കാലയളവിലാണ് അവർ അന്റാർട്ടിക്കയിൽ വന്നതെന്നും ഗവേഷണത്തിൽ തെളിഞ്ഞു. എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വനിത അവിടെ എത്തിയത്? ഇന്നും അതൊരു ചുരുളഴിയാ രഹസ്യമാണ്. 1000 കിലോമീറ്റർ അകലെയാണു ചിലെ. മെസ്റ്റിസോ വംശജർക്ക് നൗകകളിലേറി സഞ്ചരിക്കാൻ അറിയാമെങ്കിലും പ്രക്ഷുബ്ധമായ കടൽ താണ്ടി 1000 കിലോമീറ്റർ ഇപ്പുറം എത്തുക അസാധ്യമാണ്. പിന്നെങ്ങനെ അവർ ഇവിടെ വന്നു? ഒരു പക്ഷേ ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഉപേക്ഷിച്ചതാകാം. അല്ലെങ്കിൽ കടലിൽ വീണ മൃതശരീരത്തിലെ അസ്ഥികൾ ഏതെങ്കിലും പക്ഷികൾ അവിടെ കൊണ്ടുവന്നിട്ടതാകാം. ചിലയിലെ ആ അസ്ഥികൾ ഒരു ദുരൂഹതയായി ഇന്നും ശേഷിക്കുന്നു. അനേകം അത്ഭുതങ്ങളുള്ള ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഇവിടുത്തെ മഞ്ഞ് തണുത്തുറഞ്ഞ ഭൂമിയിൽ മറഞ്ഞു കിടക്കുന്നത് 3 ലക്ഷം ഉൽക്കകളാണ്. ഇവിടെ അതിതീവ്രമായ തണുത്ത താപനിലയിൽ മറഞ്ഞു കിടക്കുന്ന ജൈവ വൈവിധ്യവും ശാസ്ത്രജ്ഞർക്ക് പഠന വിഷയമാണ്.